അങ്ങനെ യോങ്കു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അവരുടെ കമ്പനിയുടെ പ്രസിഡന്റായ ഒരാൾ ഒരു ഡ്രിങ്ക്സ് കമ്പനിയുടെ ആഡിൽ അഭിനയിക്കുകയാണ്. അതിനുശേഷം അയാളെ ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിക്കുന്നു. ആരാണെന്നറിയില്ല. ശേഷം അയാളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന വീഡിയോ നമ്മുടെ യോങ്കു അവന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ വൈറലായി TV ന്യൂസിൽ വന്നിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഷിയോങ്ങി ഞാൻ കണ്ടുപിടിച്ചു അവനത് അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവരും ഓടി വന്ന് ഷിയോങ്ങിയുടെ ചാനലിൽ നിന്ന് ആ വീഡിയോ കാണുന്നു. ഭ്രാന്ത് പിടിച്ച ഷിയോമി പുറത്തു പോയി യോങ്കുവിനെ കോൾ ചെയ്യുന്നു. നീ ഇതെവിടെയാ, വേഗം വാ എന്ന ദേഷ്യത്തിൽ പറയുന്നു. നിന്നെ ഇപ്പോൾ കയ്യിൽ കിട്ടിയാൽ നിന്നെ കൊല്ലേണ്ട ദേഷ്യം എനിക്കുണ്ട് എന്ന് പറയുന്നു. കഷ്ടകാലത്തിന് നമ്മുടെ യോങ്കു ഷിയോമിയുടെ മുന്നിൽ പെടുന്നു. നിൽക്കണോ ഓടണോ എന്നറിയാതിരിക്കുമ്പോൾ നമ്മുടെ ഷിയോമി ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ യോങ്കു നീ കൂളാവും, ഞാൻ ആ വീഡിയോ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നു. ഷിയോമി ഞാൻ 3 വരെ എണ്ണോ എന്നിട്ട് നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഷിയോമി 1, 2 അങ്ങനെ എണ്ണി തുടങ്ങി. പക്ഷെ യോങ്കുവിന്റെ സ്ക്രീൻ ലോക്ക് ഹാങ് ആവുന്നു. ദേഷ്യം പിടിച്ച ഷിയോമി യോങ്കുവിനെ ഓഫീസ് ബിൽഡിംഗ് മൊത്തം ഓടിപ്പിച്ചു.